ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് വാരിയർ പോസ് പരിചയപ്പെടാം, അഥവാ വീരഭദ്രാസനം. വാരിയർ പോസ് അഥവാ വീരഭദ്രാസനം പല രീതിയിൽ, പല വേരിയേഷനിൽ കണ്ടുവരുന്നു. നമ്മൾ മുൻ എപ്പിസോഡുകളിൽ ഇതിൻ്റെ ഒരു സിമ്പിളായിട്ടുള്ള വേർഷൻ പരിചയപ്പെട്ടു കഴിഞ്ഞു. ഇന്നും നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന അതിൻ്റെ ഒരു മോഡിഫൈഡ് വേർഷൻ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു വെറൈറ്റി നമുക്ക് പരിചയപ്പെടാം. വാരിയർ പോസ് പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഒരു പടയാളിയുടെ ഒരു സ്ട്രെങ്ത്ത് നമുക്ക് കൈവരുത്തുന്നതിന് സഹായിക്കുന്നു. അതായത് നമ്മുടെ വിൽ പവർ ഒരുപാട് കൂടുന്നതിന്, നമ്മുടെ മാനസിക ധൈര്യം നന്നായി കൂടുന്നതിന് ഈ ഒരു വാരിയർ പോസ് നമ്മെ സഹായിക്കുന്നു. വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ എടുക്കുന്നതിനും ആ ഡിസിഷനിൽ തന്നെ ഉറച്ചു നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്നതിനും വാരിയർ പോസ് സഹായിക്കുന്നു. നമുക്ക് സ്ട്രെസ് ഫ്രീ ആയിട്ടുള്ള ഒരു ലൈഫ് പ്രദാനം ചെയ്യുന്നതിൽ വാരിയർ പോസ് ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. മാത്രമല്ല, നമ്മൾ കളരി പോലെയുള്ള ഒരു പുരാതനമായ കലകളിൽ വാരിയർ പോസ് ഒരുപാട് നമ്മൾ കണ്ടുവരുന്നു. അതിനോട് വളരെയധികം സിമിലാരിറ്റി ഉള്ള ഒരുപാട് പോസസ് കളരി പോലെയുള്ള പുരാതന കലകളിൽ കണ്ടുവരുന്നുണ്ട്. അതായത് നമുക്ക് ഒരുപാട് ബെനിഫിറ്റ് ഇതിന് ഉണ്ട് എന്നാണ് നമുക്ക് അതിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ കഴിയുമെങ്കിലും നമ്മുടെ ബോഡി അലൈൻമെൻറ്റിനെ വളരെയധികം കാത്തു സൂക്ഷിക്കുന്ന ഒരു മൂവ്മെൻ്റാണ് വാരിയർ പോസ്. അതുകൊണ്ട് തന്നെ സ്പൈനിന് അറൗണ്ട് ആയിട്ടുള്ള, സ്പൈനിന് ചുറ്റുമുള്ള മസിൽസ് സ്ട്രോങ് ആവുന്നതിനും, നമുക്ക് പലതരത്തിലുള്ള മസിൽ പെയിൻസ് എന്ന് വളരെ കോമൺ ആണ്, അതുപോലെയുള്ള മസിൽ പെയിൻസ്, അതുപോലെ ഏക്ക് ആൻഡ് പെയിൻസ്, ഇതൊന്നുമില്ലാതെ നമ്മുടെ മുന്നോട്ടുള്ള ഓരോ ദിവസവും വളരെ ഭംഗിയായി, വളരെ ഹെൽത്തിയായി, വളരെ ഉന്മേഷത്തോടു കൂടി കൊണ്ടുപോകുന്നതിന് വാരിയർ പോസ് ഒരു പടയാളിയെ പോലെ നമ്മെ എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും ധൈര്യത്തോടെ ചെറുത്ത് നിൽക്കുന്നതിനും ശരീരത്തിനും ധൈര്യം നൽകുന്നതിനും ഈ ഒരു പോസ് സഹായിക്കുന്നു. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ കഴിയുന്ന, നിന്നുകൊണ്ട് ചെയ്യാൻ കഴിയുന്ന ഈ ഒരു പോസ് എങ്ങനെ ചെയ്യുന്നു എന്ന് നോക്കാം. വീരഭദ്രാസനം അഥവാ വാരിയർ പോസ് എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. അതിനായി മാറ്റിൽ ഇതുപോലെ നിവർന്ന് നിൽക്കാം. അതിനുശേഷം കാലുകൾ നന്നായി അകത്തി വയ്ക്കാം. ലെഫ്റ്റ് ലെഗ് ഇതുപോലെ കാൽവിരലുകൾ ലെഫ്റ്റ് സൈഡിലേക്ക് പോയിൻ്റ് ചെയ്യുന്ന രീതിയിൽ വയ്ക്കാം. ലെഫ്റ്റ് കാൽവിരലുകൾ നന്നായി ലെഫ്റ്റിലേക്ക് പോയിൻ്റ് ചെയ്യട്ടെ. റൈറ്റ് ലെഗ് ഇതുപോലെ വീണ്ടും ലെഫ്റ്റ് സൈഡിലേക്ക് പോയിൻ്റ് ചെയ്യാം. കാൽമുട്ടുകൾ നിവർന്ന് വരത്തക്ക രീതിയിൽ, മാക്സിമം സ്ട്രെയിറ്റായി നിൽക്കത്തക്ക രീതിയിൽ സ്പൈൻ അലൈൻമെൻറ്റ് കറക്റ്റ് ചെയ്തുകൊണ്ട് നിൽക്കാം. ശേഷം കൈകൾ ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് ഉയർത്താം. റെഡി? നന്നായി കൈവിരലുകൾ കൂപ്പി തംസ് തമ്മിൽ ലോക്ക് ചെയ്ത് ബോഡിയെ നന്നായി സ്ട്രെച്ച് ചെയ്ത് കൊടുക്കാം. ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് താഴേക്ക് വരാം. ലെഫ്റ്റ് ലെഗിൻ്റെ കാൽമുട്ട് നന്നായി ബെൻഡ് ചെയ്യാം. റൈറ്റ് കാൽമുട്ട് സ്ട്രെയിറ്റ്, ചെസ്റ്റ് ഫ്രണ്ടിലേക്ക് വൈഡ് ഓപ്പൺ ആവട്ടെ. കീപ് യുവർ സ്പൈൻ അലൈൻമെൻറ്റ് കറക്റ്റ്. Okay, then kneel to the starting position and exhale. കൈകൾ ഇരുവശത്തിലൂടെ താഴേക്ക് കൊണ്ടുവരാം. സെയിം നമുക്ക് റൈറ്റ് സൈഡിലേക്ക് റിപ്പീറ്റ് ചെയ്യാം. അതിനുവേണ്ടി റൈറ്റ് ലെഗിൻ്റെ കാൽവിരലുകൾ നന്നായി റൈറ്റ് സൈഡിലേക്ക് പോയിൻ്റ് ചെയ്യാം. ലെഫ്റ്റ് ലെഗ് കാൽവിരലുകൾ റൈറ്റ് സൈഡിലേക്ക് പോയിൻ്റ് ചെയ്യട്ടെ. നന്നായി നിവർന്ന് നിന്നതിന് ശേഷം രണ്ട് കൈകളും വശങ്ങളിലൂടെ ഉയർത്താം. നന്നായി കൈകൾ കൂപ്പി തംസ് തമ്മിൽ ലോക്ക് ചെയ്ത് ബോഡിയെ നന്നായി സ്ട്രെച്ച് ചെയ്ത് കൊടുക്കാം. ആ സ്ട്രെച്ചിങ്ങോട് കൂടി ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് റൈറ്റ് കാൽമുട്ട് നന്നായി മടക്കാം. ലെഫ്റ്റ് കാൽമുട്ട് മാക്സിമം സ്ട്രെയിറ്റ്. സാധാരണഗതിയിലേക്ക് വരാം. രണ്ട് കാൽമുട്ടുകളും സ്ട്രെയിറ്റ് ആൻഡ് എക്സേൽ ഡൗൺ യുവർ ബോത്ത് ഹാൻഡ്സ്. കം ബാക്ക് ടു ദ സ്റ്റാർട്ടിംഗ് പൊസിഷൻ. കാലുകൾ ചേർത്ത് വയ്ക്കാം.
രീതിയിൽ വാരിയർ പോസ് റൈറ്റിലേക്കും അതുപോലെ ലെഫ്റ്റിലേക്കും എന്ന രീതിയിൽ ഒരു റൗണ്ട് കംപ്ലീറ്റ് ചെയ്തു. ഇപ്പോൾ നമ്മൾ കണ്ടത് ഒരു റൗണ്ട് വാരിയർ പോസാണ്. ഈ രീതിയിൽ 1 മുതൽ 3 തവണ വരെ ദിവസേന നമുക്ക് ചെയ്യാവുന്നതാണ്. അടുത്ത എപ്പിസോഡിൽ ഒരു പുതിയ യോഗാസനവുമായി വരുന്നത് വരെ നന്ദി, നമസ്കാരം.